This video is sponsored by Edolam Builders. ഒരു സിനിമ എല്ലാ ആസ്പെക്റ്റിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട് അത്യാവശ്യം ഒരു അവാർഡ് കിട്ടും എന്നൊക്കെ ഒരുവിധം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതാണ് ഇത് ഓസ്കർ ലെവൽ സാധനമാണെന്ന്. പിന്നെ ആ സിനിമ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു വെയിറ്റ് നമുക്ക് കിട്ടത്തുമില്ല. സിനിമയുടെ ലോകത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ പുരസ്കാരം ഓസ്കർ അഥവാ ദി അക്കാഡമി അവാർഡ്സ്. ഹോളിവുഡിലെ ഏറ്റവും മികച്ച സിനിമകൾക്കും നടന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും നൽകുന്ന ഈ പുരസ്കാരം സിനിമാ സ്നേഹികളുടെ ഹൃദയത്തിൽ ഒരു സ്വപ്നമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഈ പുരസ്കാരത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതെന്താണെന്നും എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കിയാലോ. വെൽക്കം ടു സിനിമ, ലെറ്റ്സ് ഗോ. ആഴ്ച ലോകമെമ്പാടും കാത്തിരുന്നത് ഓസ്കർ വിന്നേഴ്സ് ആരാണെന്ന് അറിയാനായിരുന്നു അല്ലെ. 5 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി 97ാമത് ഓസ്കർ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ തിളങ്ങിയത് അനോരയായിരുന്നു. മികച്ച സിനിമ, സംവിധാനം, നടി, ഒറിജിനൽ സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ് എന്നിവയ്ക്കുള്ള അവാർഡുകൾ അനോര സ്വന്തമാക്കി. സിനിമയുടെ സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ് എന്നീ 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ കൈകാര്യം ചെയ്ത ഷോൺ ബേക്കറിനാണ് 3 ഓസ്കർ അവാർഡുകൾ സ്വന്തമാക്കാനായത്. ഷോൺ ബേക്കറിനെ മികച്ച സംവിധായകനായും തിരക്കഥാകൃത്തായും ഫിലിം എഡിറ്ററായും തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ഓസ്കർ അവാർഡ് സെറമണി. എന്നാൽ ഈ അവാർഡ് നൈറ്റിൽ പിന്നിൽ കുറച്ച് കഥകളുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഓസ്കർ വെറും ഒരു അവാർഡല്ല, ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്. പക്ഷേ ഈ തിളക്കമുള്ള പ്രതിമയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. ഒരു കാലത്ത് ഇതൊന്നുമല്ലായിരുന്നു ഓസ്കർ അവാർഡ്സ്. 1927 ഹോളിവുഡിലെ പകൽ ഒരു ദിവസം ഒരു വലിയ ചേംബറിൽ 36 പേർ ചർച്ചയ്ക്കായി കൂടിയിരുന്നു. അവിടെ അവർ AMPAS അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസസ് എന്ന പുതിയ സംഘടന രൂപീകരിക്കുന്നു. അതിന്റെ അധ്യക്ഷനായ ഡഗ്ലസ് ഫെയർബാങ്ക് തന്റെ ശബ്ദത്തിൽ പറഞ്ഞു, നമ്മുടെ സിനിമകളുടെ മികച്ചത് കണ്ടെത്താൻ എന്തെങ്കിലും വേണം. ഹോളിവുഡിന് ഒരു ഗ്രാൻഡ് പുരസ്കാര വേദിയുടെ ആവശ്യമുണ്ട്. ആ ചർച്ച ഇന്ത്യയിലെ ഒരു മഹാരാജാവിന്റെ സിംഹാസന കമ്മിറ്റി പോലായിരുന്നു. അതിൽ നിന്നാണ് ഓസ്കർ എന്ന ഏകദേശ രൂപം പിറന്നത്. ഇന്നത്തെ പോലെ റെഡ് കാർപ്പറ്റോ ആ ഒരു ഗാംഭീര്യതയോ ഒന്നും അന്നത്തെ ഓസ്കറിന് ഇല്ലായിരുന്നു. 1929 മെയ് 16 ഹോളിവുഡിലെ റൂസ് വെൽവെറ്റ് ഹോട്ടലിൽ വെറും 270 പേർ മാത്രമുള്ള ഒരു ചെറിയ നിശയായിരുന്നു. ക്യാമറകളോ ലൈവ് സംരക്ഷണങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അക്കാഡമി നേരത്തെ പത്രങ്ങളിലായിരുന്നു ഈ ഒരു അവാർഡ് ജേതാക്കളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നത്. ആദ്യത്തെ ബെസ്റ്റ് പിക്ചർ അവാർഡ് ലഭിച്ചത് വിങ്സ് എന്ന സൈലന്റ് സിനിമയ്ക്കാണ്. എമിൽ ജെനിംഗസ് എന്ന ജർമ്മൻ നടനാണ് ആദ്യത്തെ മികച്ച നടനായി ഓസ്കാർ നേടിയത്. ജാനറ്റ് ആദ്യത്തെ മികച്ച നടിയായി ചരിത്രങ്ങളിൽ ഇടം നേടി. അവർക്ക് ഈ അവാർഡ് സിനിമയെ എത്രത്തോളം മാറ്റുമെന്ന് അന്നറിയില്ല. ഓസ്കർ പുരസ്കാരത്തിന്റെ ഔദ്യോഗിക പേര് അക്കാഡമി അവാർഡ് ഓഫ് മെറിറ്റ് എന്നാണെങ്കിലും ഇതിന് ഓസ്കർ എന്ന പേരിൽ പ്രശസ്തമായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരുപാട് കഥകൾ ഉണ്ടെങ്കിലും അതിൽ പറയുന്നത് 1931 അക്കാഡമിയുടെ ലൈബ്രറിയൻ മാർഗ്രറ്റ് ഹെറിക്ക് ഈ പുരസ്കാരത്തിന്റെ സ്റ്റാച്യു കണ്ടപ്പോൾ ഇതെന്റെ അങ്കിൾ ഓസ്കറിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്നു മുതൽ ഈ പുരസ്കാരം ഓസ്കർ എന്ന പേരിൽ അറിയപ്പെട്ടു. അതാണ് ഒരു കഥ. ഇതിന്റെ രൂപകൽപ്പന ചെയ്ത സെഡ്രിക് ഗിബൻസ് ഈ പ്രതിമ അവർക്ക് പ്രിയപ്പെട്ട യുദ്ധകാല നായകനായ ഓസ്കറിനോടും ഉപമിച്ചു. അങ്ങനെയൊക്കെയാണ് പിന്നീട് ഓസ്കർ എന്ന പേരിൽ ഇത് അറിയപ്പെട്ടത്. ഈ ഒരു ഒറ്റ പ്രതിമയുടെ വില വളരെ വലുതാണ്. 13.5 ഇഞ്ച് ഉയരമുള്ള ഈ പ്രതിമ കിൽഗോർത്തോൺ എന്ന ഒരു പ്രത്യേക ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത്. 24 കാരറ്റ് സ്വർണത്തിലാണ് പിന്നീട് ഇത് മൂടുന്നത്. 1943 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മെറ്റൽ ക്ഷാമം കാരണം പ്ലാസ്റ്റിക് ഉപയോഗിച്ചും ഓസ്കർ നിർമ്മിച്ചിട്ടുണ്ട്. ഓസ്കർ അവാർഡ് നൈറ്റിൽ ഒരുപാട് രസകരമായതും അതേപോലെ വിവാദമായ നിമിഷങ്ങളുമുണ്ട്. 1963 പാറ്റി ഡ്യൂക്ക് ദ മിറക്കിൾ വർക്കർ എന്ന സിനിമയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോൾ താങ്ക് യു എന്ന് മാത്രം പറഞ്ഞു. അതാണ് അക്കാഡമി അവാർഡ് ചരിത്രത്തിലെ ഏറ്റവും കുറച്ച സമയത്തെ സ്പീച്ച്. ഏറ്റവും പ്രായം കുറഞ്ഞ അവാർഡ് ജേതാവ് 10 വയസ്സുള്ളപ്പോൾ ടാറ്റ മോൾ നീൽ സ്വന്തമാക്കിയതാണ്. പേപ്പർ മൂൺ എന്ന സിനിമയിലെ പ്രകടനത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡ് നേടി. വോൾട്ട് ഡിസ്നിക്കാണ് ഏറ്റവും കൂടുതൽ തവണ ഓസ്കർ ലഭിച്ചത്, 22 ഓസ്കറുകൾ. ടൈറ്റാനിക്, ബെൻഹർ, ലോർഡ് ഓഫ് ദ റിംഗ്സ് എന്നീ സിനിമകൾക്ക് 11 ഓസ്കാറുകൾ ലഭിച്ചിട്ടുണ്ട്. ഡാനിയൽ എ ലൂയിസ് മികച്ച നടനായി 3 തവണയും കാതറിൻ 4 തവണ മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഓസ്കറിലെ ഇന്ത്യൻ പ്രതിനിധിത്വം എന്നത് നമ്മുടെ അഭിമാനമാണ്. 1983 ഭാനു അത്തയ്യ ഗാന്ധി എന്ന സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ അവാർഡ് നേടി. 2009 AR റഹ്മാൻ സ്ലം ഡോഗ് മില്യണർ എന്ന സിനിമയിലെ ജയ്ഹോ എന്ന ഗാനത്തിന് ബെസ്റ്റ് ഒറിജിനൽ സോങ് അവാർഡ് നേടി. ഇത് മാത്രമല്ല സത്യജിത് റേയുടെ പതേർ പാഞ്ചാലി ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമിനായി നോമിനേറ്റും ചെയ്യപ്പെട്ടിരുന്നു. 2022 തെലുങ്ക് ഭാഷാ ചിത്രമായ RRRലെ ഗാനത്തിന് 2023 മികച്ച ഒറിജിനൽ ഗാനത്തിനുള്ള അക്കാഡമി അവാർഡ് നേടി. ഒരു ദിവസം മലയാള സിനിമയ്ക്കും ഒരു ഓസ്കാർ നേടാനാകും. ഇതാണ് നമ്മൾ ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത്.
ഓസ്കർ പുരസ്കാരം ഇന്ന് ലോകമെമ്പാടുമുള്ള സിനിമയെ അംഗീകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിട്ടുണ്ട്. 2020 പാരസൈറ്റ് എന്ന കൊറിയൻ സിനിമ ബെസ്റ്റ് പിക്ചർ അവാർഡ് നേടി. ഇത് ഓസ്കറിന്റെ ഭാവിയെക്കുറിച്ച് ഒരു വലിയ സന്ദേശം നൽകി. സിനിമ ഒരു ഭാഷയോ സംസ്കാരമോ അല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ തൊടുന്ന ഒരു കലയാണ്. ഓസ്കർ ഇതുവരെ മലയാള സിനിമയിൽ എത്താത്ത ഒരു മഹാസ്വപ്നമാണെങ്കിലും അതിനുവേണ്ടി ഇന്നും നാം കാത്തിരിക്കുന്നു. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഒരു വീട് എന്ന നിങ്ങളുടെ സ്വപ്നത്തിന് നിറം പകരുവാനായി ഏതോളം ബിൽഡേഴ്സ്. ട്രെയിൻഡ് ആൻഡ് എക്സ്പേർട്ട് ടെക്നീഷ്യൻസിന്റെ സഹായത്തോടു കൂടിയാണ് ഓരോ വീടും ഏതോളം ബിൽഡേഴ്സ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. വിത്ത് ഏതോളം ബിൽഡേഴ്സ്, യുവർ ഡ്രീം ഓഫ് ബിൽഡിംഗ് എ ഹോം ഇസ് ജസ്റ്റ് എ ഫ്യൂ സ്റ്റെപ്സ് അവേ.